കട്ട് തിന്നാൻ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് കട്ട് തിന്ന ശേഷം കഴപ്പ് തീരുമ്പോൾ പുരുഷന്മാരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാം, അല്ലെങ്കിൽ തോന്നിയാസം കളിക്കാം, തന്നെ കളിപ്പിക്കാം, ചാടിക്കളിയുടെ കുഞ്ഞിരാമ കളിപ്പിക്കാം എന്ന് കരുതിയിരിക്കുന്ന കുറെ എണ്ണത്തിന് മണ്ടയ്ക്കടിച്ചിട്ടുള്ള അടി തന്നെയാണിത്. നമസ്കാരം. നമ്മൾ കരുതിയിരുന്നത് ഈ വേലി ചാടുന്ന പെണ്ണുങ്ങളെ, വേലി ചാടിക്കാൻ നിൽക്കുന്ന ആണുങ്ങളെ അവരവരെ അഴിഞ്ഞാട്ടത്തിനങ്ങ് വിട്ടുകൊടുക്കാനേ പറ്റൂ, അവരെ പിടിച്ചു കിട്ടാൻ നിയമങ്ങളൊന്നും ഇല്ലാന്നാണ്. നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ കാലം ഇവിടെ നടക്കുന്നത്. കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയേക്കാം. പെണ്ണുങ്ങളാണ് കൂടുതൽ, അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞത്. ഈ സ്ത്രീപക്ഷ നിയമങ്ങളും അതുപോലെ ബാലസംരക്ഷണ നിയമങ്ങളും, ബാലസംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ പോക്സോ അടക്കമുള്ള കേസുകളുടെ കാര്യമാണ്. അപ്പോൾ അത്തരം കേസുകളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ. ദുരുപയോഗം, മൊത്തം ഉപയോഗമല്ല ചെയ്യണേ. എന്തിനു വേണ്ടിയിട്ടാണോ അത് കൊണ്ടുവന്നത് നേരെ വിപരീതമാണ്. സുപ്രീം കോടതിയിൽ ഒരു വിധി ഒന്നുണ്ട് കേട്ടോ. ആ വിധിൻ്റെ ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചുതരാം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസ് വിവാഹിതയായ സ്ത്രീക്ക് നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസ് BV നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. ഒരു വനിതാ അഭിഭാഷകയുടെ മറ്റൊരു അഭിഭാഷകനെതിരായിട്ടുള്ള കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. നമ്മൾ 2 ദിവസം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെനി നാനാൻ ചാറ്റ് ഹിസ്റ്ററി പൊളിച്ചെറിഞ്ഞത്, രാഹുൽ ഈശ്വര്, ശ്രീനാദേവി കുഞ്ഞമ്മ, രജിത പുളിക്കൽ, പിന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇങ്ങനെയുള്ളവരുടെ പോരാട്ടം, ഇതൊക്കെ ശരിയായ വിധത്തിലായിരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ വിധി ഇന്നിപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. എനിക്കങ്ങനെ മനസ്സിലാകുന്നു, എങ്ങനെയെന്ന് അറിയില്ല. ഒത്തിരി കേസുകൾ എനിക്കുമുണ്ട് ഇത്തരത്തിലുണ്ടായ കേസുകൾ. അതായത് ഇമ്മാതിരി കാണിക്കുന്ന തെമ്മാടത്തരങ്ങൾ മുഴുവൻ കള്ളക്കേസുകളാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്തതിനാണ് എനിക്ക് കേസുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് ശരിയാണെന്നും എനിക്കെതിരെ വന്നിട്ടുള്ള കള്ളക്കേസുകൾ അത് നിയമവിരുദ്ധമായിട്ട് തന്നെയാണ്, ശരിക്കും കള്ളക്കേസുകളാണ് എന്നും കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ തെളിയുന്നത്. കാര്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് കൊണ്ടല്ലേ. രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ 10-16 ദിവസം അയാളെ പിടിച്ച് ജയിലിലിട്ടു, അത് നിയമവിരുദ്ധമാണെന്ന് അറിയുന്നില്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെ 18 ദിവസം പിടിച്ചകത്തിട്ടു, അത് നിയമവിരുദ്ധമാണെന്നല്ലേ. അതൊക്കെയാണ് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ വരുന്നത്. അതായത് ഈ കട്ട് തിന്നാനും കട്ടുമുടിക്കാനും ഒളിച്ചു ചാടാനും വേലി ചാടാനും ഒക്കെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അത് വേലി ചാടി ആവോളം ആസ്വദിച്ച ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മടുക്കുമ്പോഴോ കുറച്ച് പരാതി കെട്ടുകൾ അങ്ങോട്ട് എഴുതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വനിത വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിശിതമായി വിമർശിച്ചല്ല, ആക്ഷേപിക്കാൻ അപമാനിക്കുകയും ചെയ്യുന്നത് കണ്ടു ഇല്ലേ. എന്തിന്റെ ബലത്തിലാ ഈ സ്ത്രീ സംരക്ഷണം തനിക്ക് കിട്ടുമെന്നുള്ള ബലത്തില. പക്ഷെ അതൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പൊളിച്ചെഴുത്താണ് ഇവിടെ വരുന്നത്. ശരിക്ക് ഈ ഇരകളെന്ന് പറയുന്നവർ പ്രതികളായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോണത്. അതായത് അവർ പരാതി കൊടുക്കാനേ പാടില്ല. അങ്ങനെ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അവരെ ഇരകളാണ് എന്ന് താങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യം ജഗപുക കട്ടപ്പുകയാകും. പീഡനം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തവണ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു തവണ, ബലമായിട്ട് പീഡിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ഒരു തവണ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ അവൾ കയറെടുക്കും. പെണ്ണിനെ പീഡിപ്പിച്ചാലാണ് ഞാൻ പറയുന്നത്. അവൾ കയറെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവൾ പ്രതികരിച്ച് കേസ് കൊടുക്കും, പരാതി കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സഹിക്കാന്ന് പറഞ്ഞ് നിൽക്കും. ഇതാണല്ലോ നടക്കുക. ഒരൊറ്റ തവണ മാത്രമേ ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെണ്ണിനെ. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? 3-4 വർഷം ബലാത്സംഗം ചെയ്തു. 3-4 വർഷം ബലാത്സംഗം ചെയ്തു. എങ്ങനെയാണ് പറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 3-4 വർഷം ഒരു മതിൽ ചാടി കട്ടുകുടിച്ചു, അത് പറയണം ശരി. അങ്ങനെ മതിൽ ചാടി കട്ടുകുടിച്ച ശേഷം, അല്ലെങ്കിൽ ഒന്നിലധികം തവണ മതിൽ ചാടി കട്ടുകുടിച്ച ശേഷം അതിന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന കേസായി മാറി. അതാണ് കോടതി വളരെ വ്യക്തമായി, സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. 55 നിയമം അനുസരിച്ച് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു പെണ്ണിനായാലും ഒരു പുരുഷനായാലും ഒരു സമയം ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ മതി എന്ന്. നിങ്ങൾക്ക് അങ്ങനെ വേലി ചാടണമെന്ന് തോന്നുകയാണെങ്കിൽ, കട്ട് കുടിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ പോയി ചാടിക്കോ. അതിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള വകുപ്പുണ്ട്, ചെയ്യാൻ പറ്റും. എല്ലാവരും അയാൾ അനുമതിയുണ്ട്, കുറ്റകൃത്യമല്ല. പക്ഷെ അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണെന്ന് പറയരുത്, അത് ശരിയാവില്ല. വിവാഹ വാഗ്ദാനം നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് വിവാഹമോചനം നേടിയിരിക്കണം, സ്വതന്ത്രമായിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ പീഡിപ്പിച്ചെന്നോ പറഞ്ഞ് കേസിന് പോകാം. അതല്ലാതെ നിങ്ങൾ വേറിട്ട് താമസിക്കുകയാണ്, ഞാൻ 4 ദിവസം മാത്രമേ ഒരുമിച്ച് താമസിച്ചുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം അങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിയമപരമായിട്ട് വേർപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, വിവാഹബന്ധം വേർപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നത്.
പരാതി എടുക്കണോ വേണ്ടെന്നുള്ളതല്ല, പരാതി കൊടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പരാതികളുടെ ഗതി എന്താവും? ഏതായാലും ഈ ഒരു വിധിയും പൊക്കി പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല് കോടതിയിൽ എത്തുന്ന ഉറപ്പല്ലേ? അല്ലാതെ തന്നെ കോടതികൾ പറഞ്ഞിട്ടുണ്ട്, വിവാഹിതയായ ഒരാൾക്ക് വിവാഹ വാഗ്ദാനങ്ങൾ പീഡിപ്പിച്ചെന്ന് പറയുന്നത് എങ്ങനെ ഇത് ബലാത്സംഗമാണെന്ന് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് ബലാത്സംഗമല്ല, ഇത് കട്ടുതീറ്റയാണ്. ഇതിനാണ് നമ്മൾ നാടൻ ഭാഷയിൽ കട്ടുതീറ്റ എന്ന് പറയുന്നത്. ഈ കട്ട് തിന്നുന്നതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ കട്ട് തിന്നതിന് ശേഷം അതിന്റെ രുചി കുറയുമ്പോൾ ഒരു ഭക്ഷണം ഒരുപാട് കാലം കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റ് കുറയുമല്ലോ. പിന്നെ അതിനെ ഒഴിവായി പോകുമ്പോഴോ ഒഴിവാക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ മറ്റേ ആളെ കുറിച്ച് പുറത്ത് പറയുന്നു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സാധനം കിട്ടാതെ വരുമ്പോഴോ ഒക്കെ അയാളെ ഒന്ന് കുടുക്കിയിട്ട്, അതാണായാലും പെണ്ണായാലും അയാളെ ഒന്ന് കുടുക്കിയിട്ട്, പെണ്ണുങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്, കുടുക്കിയിട്ടതിന് ശേഷം ഒരു പീഡന കേസാക്കി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ സ്ഥാവക ജംഗമ വസ്തുക്കളൊക്കെ കിട്ടാവുന്നതിന്റെ പരമാവധി ഊറ്റിയെടുക്കാനും പറ്റും, നഷ്ടം വാങ്ങിയെടുക്കാനും പറ്റും, പോരാത്തതിന് അവനെ അകത്തിടാനും പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരു കൂട്ടരാണ്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ശത്രുക്കളായി നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നത്. അത് രണ്ടാമത് വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരാരും തന്നെ ആദ്യഘട്ടത്തിൽ ഈ ശാരീരിക ബന്ധം നടത്തുന്ന അവസരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസിൽ ഹോട്ടലിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാകാനും സാധ്യതയുണ്ട്. കാരണം അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു തെളിവും പിന്നീട് വന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസുകളൊക്കെ ഇതിൽ പെടും. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത് പുരുഷന്മാർക്ക് ഒരു പരിധിവരെ എന്താ പറയാ അനുകൂലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കട്ട് തിന്നാൻ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് കട്ട് തിന്നതിന് ശേഷം കഴപ്പ് തീരുമ്പോൾ പുരുഷന്മാരെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാം, അല്ലെങ്കിൽ തോന്നിയാസം കളിക്കാം, തന്നെ കളിപ്പിക്കാം, ചാടിക്കളിയുടെ കുഞ്ഞിരാമ കളിപ്പിക്കാം എന്ന് കരുതിയിരിക്കുന്ന കുറെ എണ്ണത്തിന് മണ്ടയ്ക്കടിച്ചിട്ടുള്ള അടി തന്നെയാണിത്. അത് മാത്രമല്ല, ഇതുപോലെ വേലി ചാടാൻ നിൽക്കുന്ന ബാക്കിയുള്ളതിനും അവർക്കൊരു താക്കീതും കൂടിയാണിത്. ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണമെന്നറിയോ? ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന കുറെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. കുടുംബത്തിന്റെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട്, പരിപാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് നാണക്കേടാണ് ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള കേസുകളും വഴക്കുകളും എല്ലാം. അവർ കൂടി ചീത്തപ്പേര് കേൾക്കുകയാണ്. കാരണം അവർ മോശമാണ് എന്ന് അവർ ഒരുപക്ഷെ ചിന്തിക്കുകയാണ്. ഈ പെണ്ണുവർഗം മുഴുവൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് അവരും കൂടെ കേൾക്കേണ്ടി വരികയാണ്. ഈ ചീത്തപ്പേരോട് കേൾക്കേണ്ടി വരികയാണ്. ഇത്തരത്തിൽ കള്ളപ്പരാതി കൊടുക്കുമ്പോൾ, വ്യാജ പരാതി കൊടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരെയൊക്കെ പിടിച്ച് അകത്തിടുമ്പോൾ ഈ ചീത്തപ്പേര് കേൾക്കുന്നവരിൽ ഇവരുമുണ്ട്. നീയൊക്കെ ഇങ്ങനെ അല്ലേടി എന്നാണ് ചോദിക്കുന്നത്. ആ ഇടി എന്നുള്ളതിൽ ഇവരും കൂടെ കേൾക്കേണ്ട ഒരു സാഹചര്യമല്ലേ? ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരല്പം ആശ്വാസം പകരുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് എന്തായാലും ഈ വാദഗതികളും കൂടി വരും. ചുരുക്കം പറഞ്ഞാൽ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. Different angles. Don't forget to subscribe and support this channel.